നമസ്കാരം. ശ്രീരാമദേവൻ അംഗദനെ ദൂതായി നിശ്ചയിച്ചു. ഈ സമയം രാവണൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തൻ്റെ സേനയെ സജ്ജമാക്കുവാനും ഓരോരുത്തർക്കും ചുമതല കൊടുക്കുവാനും നിശ്ചയിച്ചു. അങ്ങനെ പ്രഹസ്തൻ, മഹോദരൻ, മഹാപാർശ്വൻ, ഇന്ദ്രജിത്ത്, വിരൂപാക്ഷൻ ഇങ്ങനെ 5 നായകർ പ്രത്യേകമായി നേതൃത്വം കൊടുക്കുന്ന നിലയിൽ 4 കവാടങ്ങളിലുമായി നിലയുറപ്പിക്കുവാൻ രാവണൻ നിർദ്ദേശം നൽകി. ഓരോ കവാടത്തിലും 1 വള്ളം 5 വള്ളം സൈന്യത്തെ അണിനിരത്തിക്കൊള്ളാൻ നിർദ്ദേശം നൽകി. അതിനുള്ള ഒരുക്കങ്ങൾ ലങ്കയിൽ ആരംഭിച്ചു. ഓരോ കവാടത്തിലും ഭീകരമായ യുദ്ധ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ സമയമാണ് രാവണൻ തൻ്റെ മനസ്സിൽ മറ്റു ചില പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. സീതാദേവിയെ ഒന്ന് കണ്ടാലോ, ഇപ്പോഴെങ്കിലും മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലോ എന്ന് രാവണൻ്റെ ചിന്ത. ഒന്ന് സീതാദേവിയെ പോയി കണ്ടിട്ട് തുടർ നടപടികൾ ആകുന്നതല്ലേ ഉചിതം എന്നൊക്കെ രാവണൻ ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു. മറ്റുള്ളവർ യുദ്ധത്തിന് തയ്യാറായി രാവണാജ്ഞ കേട്ടുകൊണ്ട് കവാടങ്ങളിലേക്ക് യുദ്ധസന്നാഹം നടത്തുകയാണ്. രാവണൻ അവിടെ ഇരുന്ന് സീതാദേവിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഈ സമയമാണ് അംഗദൻ കയറി വരുന്നത്. ആരുടെ അനുവാദമില്ലാതെ അംഗദൻ കയറി വരികയാണ്. നെഞ്ചും വിരിച്ച് വളരെ കരുത്തനായ ഒരു വാനരൻ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഈ ആരുടെ അനുവാദം വാങ്ങാതെ ഒരു വാനരൻ കയറി വന്നപ്പോൾ അവിടെ നിന്ന് രാക്ഷസന്മാർക്ക് ആർക്കും തടുക്കാൻ തോന്നില്ല. കാരണം ഇത് ഹനുമാനാണോ എന്ന് സംശയം. മുന്നനുഭവം അറിയാമല്ലോ. ഹനുമാൻ അവിടെ വന്ന് എല്ലാവരെയും വധിച്ചതും നടത്തിയതുമായ ആക്രമണം ആ ഭയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടില്ല. രാജധാനി മയൻ വന്ന് പുതുക്കി പണിതു. പക്ഷെ മരിച്ചവരാരും തിരിച്ചു വന്നില്ലല്ലോ. മരിച്ചവർക്കാർക്കും ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട, പിതാക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളും കുട്ടികളും അവർ രോദനത്തോടെ തന്നെയാണ് അവിടെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അംഗദൻ നടന്നു വരുമ്പോൾ ആ വാനരൻ ആരാണ് എന്ന് ഇവർക്ക് അറിയില്ല. സാക്ഷാൽ ഹനുമാൻ ആണ് എന്ന് തിരിച്ചരിച്ച് നിൽക്കുകയാണ്. അംഗദൻ നേരെ നടന്നു വന്ന് രാവണൻ്റെ സദസ്സിന് മുന്നിൽ വന്ന് രാവണൻ്റെ മുന്നിലേക്കെത്തി. രാവണനെ രാജോചിതമായി അഭിവാദ്യം ചെയ്തു. അംഗദൻ യുവരാജാവാണല്ലോ, അപ്പോൾ രാജോചിതമായി അഭിവാദ്യം ചെയ്തു. അപ്പം അനുവാദമില്ലാതെ ഇവിടേക്ക് കടന്നു വന്ന് തൻ്റെ മുന്നിൽ വന്ന് ധൈര്യസമേതം സംസാരിക്കുവാൻ തയ്യാറാക്കുന്ന വാനരനെ രാവണൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. രാവണൻ്റെ 10 തലകളിലും ഇരിക്കുന്ന കിരീടത്തെയൊക്കെ അംഗദൻ ഇങ്ങനെ മാറി മാറി നോക്കുകയുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകതയും 10 തലകളെയും രാവണൻ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അംഗദൻ മാറി മാറി ഓരോന്നിനും ഇങ്ങനെ നോക്കുകയാണ്. രാവണൻ ചോദിച്ചു, നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? നീ എന്തിനു വന്നു?
അനുവാദമില്ലാതെ ഇവിടേക്ക് കടന്നു വരാൻ ആര് പറഞ്ഞു? അപ്പോൾ അംഗദൻ പറഞ്ഞു, നാം ത്രിലോകങ്ങളുടെ നാഥനായ കാരുണ്യമൂർത്തിയായ ജഗന്നാഥൻ സാക്ഷാൽ ശ്രീരാമദേവന്റെ ദൂതനാണ്. ഇത് കേട്ടപ്പോൾ, ശ്രീരാമദേവന്റെ ദൂതൻ എന്ന് കേട്ടപ്പോൾ രാവണന് പെട്ടെന്ന് കോപം ഇങ്ങനെ ഇരച്ചു കയറി. അത് കഴിഞ്ഞ് രാവണനോട് അംഗദൻ പറഞ്ഞു, നാം വരുന്നത് ശ്രീരാമദേവന്റെ ദൂതുമായിട്ടാണ്. പക്ഷെ ഞാൻ ആരാണ് എന്ന് ചോദിച്ചല്ലോ. കുറേ കാലം മുമ്പ് രാവണൻ എന്ന രാക്ഷസനെ വാലിൽ കെട്ടി പല മലകളിലും പല കടലുകളിലും കൊണ്ടു നടന്ന് ഒരു കളിപ്പാട്ടം കണക്കെ അങ്ങും ഇങ്ങും ചാടി നടന്ന ഒരു വാനരശ്രേഷ്ഠനുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തിമാനായ വാനരശ്രേഷ്ഠൻ. ആ വാനരശ്രേഷ്ഠൻ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ ദശാനന് മനസ്സിലായി കാണും. അത് എൻ്റെ പിതാവാണ്, ബാലി. പെട്ടെന്ന് രാവണനോ, ബാലിയുടെ മകനോ? അപ്പോൾ നീ നമുക്ക് പുത്രസമാനാണ്. ഞാനും ബാലിയുമായി ഈ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഞങ്ങൾ ഉത്തമ സുഹൃത്തുക്കളാണ്. അപ്പോൾ ബാലിയുടെ പുത്രനായ നീയാണോ നിന്റെ പിതാവിനെ വധിച്ച ആ വ്യക്തിക്ക് വേണ്ടി ദൂതുമായി ഇവിടെ വന്നത്? നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്? നിന്നെ ഞാൻ കിഷ്കിന്ധയിലെ രാജാവാക്കാം. ആ രാജ്യം നിന്റെ പിതാവിനെ വധിച്ച് സുഗ്രീവന് കൊടുത്തിരിക്കുകയല്ലേ? സുഗ്രീവനെ മാറ്റി ഞാൻ നിന്നെ അവിടുത്തെ രാജാവാക്കാം. അതേപോലെ ബാലിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് രാവണൻ പറയാൻ തുടങ്ങി. ബാലിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ബാലിയുടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഇപ്പോൾ അംഗദന് മനസ്സിലായി, ഇത് അംഗദനെ പാട്ടിലാക്കാൻ വേണ്ടിയുള്ള വർത്തമാനമാണ് രാവണൻ നടത്തുന്നതെന്ന് അംഗദന് മനസ്സിലായി. അംഗദൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നു. ഇതെല്ലാം കേൾക്കുമ്പോഴും അംഗദൻ രാവണൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. 10 തലകളും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. കാരണം അതിലെ കൗതുകമാണ് കാണുന്നത്. 10 തലകൾ, 10 കിരീടം വെച്ചിരിക്കുന്ന 10 തലകൾ. അതിൻ്റെ ഈ ഒരു പ്രത്യേകത ഇങ്ങനെ അംഗദൻ ഇങ്ങനെ മാറി മാറി നോക്കി കാണുകയാണ്. രാവണൻ 20 കൈകൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതൊക്കെ അംഗദൻ ഇങ്ങനെ കൗതുകപൂർവ്വം നോക്കുകയാണ്. ഒപ്പം രാവണൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. രാവണൻ ഇങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അംഗദൻ പറഞ്ഞു, ദശാനനൻ, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ രസമുണ്ട്. നായ സിംഹത്തെ രാജാവാക്കുമെന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ശ്രീരാമസായകത്താൽ ഏത് ദിവസം എപ്പോൾ നിങ്ങളുടെ കഥ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് മാത്രം തീരുമാനിച്ചാൽ മതി. 3-4 ദിവസത്തിനുള്ളിൽ അത് സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ദൂതുമായി ഞാൻ വന്നത്. ശ്രീരാമദേവൻ പറഞ്ഞയച്ചു, നിങ്ങളോട് സംസാരിക്കുവാൻ, സീതാദേവിയെ മോചിപ്പിക്കുക,
സമാധാനപൂർവ്വം സന്ധി ചെയ്യുക. ഇത് നിർവഹിക്കുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുലത്തിനും നല്ലത്. അല്ലാതെ ഉള്ള വർത്തമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇപ്പം രാവണൻ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടും അംഗദൻ അതിലൊന്നും താല്പര്യമെടുക്കാതെ ഇങ്ങനെ കൃത്യമായി താൻ വന്ന കാര്യം ശ്രീരാമദൂത് വ്യക്തമാക്കിയപ്പോൾ രാവണന് അംഗദനോട് കോപം തോന്നി. അപ്പം അംഗദൻ വീണ്ടും ഇങ്ങനെ സംസാരിച്ചു നിന്നപ്പോൾ ആ സംസാരത്തിൻ്റെ ധ്വനിയിൽ വ്യത്യാസം വന്നു. അംഗദൻ പറഞ്ഞു, നിന്റെ അഹങ്കാരമൊക്കെ അവസാനിക്കാറായി. പെട്ടെന്ന് രാവണൻ്റെ രാജധാനിയിൽ വന്നതുകൊണ്ട്, രാവണൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരു വാനരൻ ഈ വിധം സംസാരിക്കുക, ഒരു ബാലൻ ഈ വിധം സംസാരിക്കുക എന്ന് പറയുമ്പോൾ രാവണന് അസഹ്യമായി തോന്നി. രാവണൻ പറഞ്ഞു അംഗദനെ വധിക്കാൻ. രാവണൻ 4 ഭീകരന്മാരെ രാക്ഷസരെ വിളിച്ചു വരുത്തി അംഗദനെ വധിക്കാൻ പറഞ്ഞു. അവർ വന്നു, 4 പേരും കൂടെ ഒന്നിച്ചു വന്ന് അംഗദനെ ആക്രമിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ 4 പേരും കാലപുരിക്ക് പോയി. ഇത് നോക്കി നിൽക്കെ, രാവണൻ നോക്കി നിൽക്കാൻ 4 പേരുടെയും കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാവണൻ നോക്കി നിൽക്കെ മേൽക്കൂര പൊളിച്ച് അംഗദൻ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി. അവിടെ നിന്നും നേരെ ശ്രീരാമസന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമ്മൾ ശ്രീരാമൻ സന്നിധിയിൽ എത്തുന്നത് വരെ അവിടെ എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു. ഇതെന്ത് സംഭവിക്കും? അംഗദൻ ദൂതിന് പോയിരിക്കുകയാണ്. രാവണൻ തൻ്റെ സ്വഭാവമനുസരിച്ച് വൃത്തികേട് കാണിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വിഭീഷണൻ അറിയാം. അംഗദൻ താൻ സംസാരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും അംഗദൻ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറയുമെന്നും അറിയാം. അപ്പം അംഗദനെ വധിക്കാൻ തന്നെ രാവണൻ തീരുമാനിക്കുമെന്ന് വിഭീഷണനും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. ആ നിലയിൽ അവരിങ്ങനെ ഭീതിയോടെ അംഗദൻ്റെ വരവും കാത്തിരിക്കുകയാണ്. അംഗദൻ വരുമ്പോൾ അംഗദൻ്റെ മുഖത്ത് ഒരു ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ മച്ച് പൊളിച്ച് ചാടിയപ്പോൾ പറ്റിയ ഒരു ചെറിയ മുറിവാണ്. അതപ്പോൾ തന്നെ എല്ലാവരും കൂടി സാന്ത്വനപ്പെടുത്തി ആ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, അവസാനത്തെ ശ്രമവും നാം നടത്തി, ഒത്തുതീർപ്പിനുള്ള അവസാനത്തെ ശ്രമവും നടത്തി. ഒത്തുതീർപ്പിൽ നാം ആളിനെ അയച്ചില്ല, ദൂത് അയച്ചില്ല എങ്കിൽ അത് നമുക്കെന്നും ഒരു ദുഷ്പേരായി. നാം ധർമ്മനീതികൾ പാലിച്ചില്ല, ധർമ്മനീതികൾ പാലിക്കാതെയാണ് യുദ്ധം ചെയ്തത് എന്ന് കാലം വിലയിരുത്തും. അതുകൊണ്ട് അതിനൊരു പഴിയുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് കൃത്യമായും നാം ദൂതനെ അയച്ചതും ദൂതൻ്റെ കൃത്യം നിർവഹിക്കുകയും ചെയ്തത്. ഇനി യുദ്ധത്തിന് സമയമായി. യുദ്ധത്തിന് സമയമായി. ശ്രീരാമദേവൻ എല്ലാവരോടുമായി അങ്ങനെ യുദ്ധത്തിന് സമയമായി യുദ്ധകാഹളം മുഴക്കുവാൻ നിർദ്ദേശം നൽകി. അങ്ങനെ ലങ്കയിൽ യുദ്ധം ആരംഭിച്ചു. 4 കവാടങ്ങളിലും പൊരിഞ്ഞ യുദ്ധം ആരംഭിച്ചു. വാനരസേനയും രാക്ഷസസേനയും തമ്മിലുള്ള യുദ്ധം 4 കവാടങ്ങൾ ആരംഭിച്ചു.
ഈ സമയം രാവണൻ പെട്ടെന്ന് ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ശ്രീരാമൻ്റെ തല പോലുള്ളൊരു സാധനം ചെയ്തു. തലയുടെ രൂപം ഉണ്ടാക്കി ശ്രീരാമനെ വധിച്ചു എന്ന് സീതാദേവിയെ കാണിക്കുവാൻ വേണ്ടി ഒരു തലയും എടുത്തുകൊണ്ട് അശോകവനത്തിൽ പോയി സീതാദേവി ഇരിക്കുന്നതിന് മുമ്പേ കൊണ്ടുവച്ചു. യുദ്ധം തുടങ്ങി ശ്രീരാമദേവൻ കൊല്ലപ്പെട്ടു. ശ്രീരാമൻ കൊല്ലപ്പെട്ടു. ഇനി ശ്രീരാമൻ കൊല്ലപ്പെട്ടാൽ ഇനി ദേവി ആരെ കാത്തിരിക്കണം? ഇനി ഞാനല്ലയോ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ യുദ്ധം മുറുകി. ആ സമയത്താണ് രാവണൻ്റെ ഈ ഓട്ടം. രാവണൻ സീതാദേവിയെ തെറ്റിദ്ധരിപ്പിക്കുവാനായി ശ്രീരാമൻ്റെ തലയുമായി, ശ്രീരാമരൂപത്തിലെ തലയുമായി ചെന്നവിടെ വെച്ച് സംസാരിച്ചു. അപ്പോൾ ഈ തല കാണുമ്പോൾ പെട്ടെന്ന് സീതാദേവി ശ്രീരാമദേവൻ്റെ ശിരസ് അവിടെ മുറിച്ചെടുത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. പെട്ടെന്ന് ഇത് കണ്ട് മോഹലസ്യപ്പെട്ടു. എന്നിട്ട് രാവണൻ അവിടെ നിന്ന് പറഞ്ഞു, ശ്രീരാമൻ്റെ കഥ കഴിഞ്ഞു. എനിക്ക് ഇപ്പോൾ ദേവിയെ സ്വീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നീ വാ എന്നിങ്ങനെ അവിടെ നിന്ന് ചൊല്ലുകയാണ്. അപ്പോൾ സീതാദേവി അവിടെ മോഹലസ്യപ്പെട്ട് കിടക്കുകയാണ്. രാവണനെ മുഖത്ത് നോക്കത്തില്ലല്ലോ. രാവണൻ വരുന്നത് അറിയുമ്പോൾ തന്നെ മുഖം തിരിഞ്ഞ് ഇരിക്കുകയാണല്ലോ. ഇപ്പം പിന്നെ മോഹാലസ്യപ്പെടുക കൂടി ചെയ്തതോടുകൂടി അവിടെ കിടക്കുകയാണ്. രാവണന് ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അനുവാദമില്ലാതെ സ്ത്രീയുടെ ദേഹത്ത് തൊട്ടാൽ രാവണൻ്റെ തല പൊട്ടിത്തെറിക്കുമല്ലോ. രാവണൻ കുറച്ച് സമയം നിന്നിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. സീതാദേവിക്ക് ചുറ്റും നിന്നുള്ള രാക്ഷസിമാരോട് ഈ വിവരം പറഞ്ഞ് സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിട്ട് രാവണൻ നടന്നുപോയി. അപ്പോൾ അവിടെ വിഭീഷണന്റെ ഭാര്യ സരമ, വിഭീഷണന്റെ മകൾ ത്രിജട നേരത്തെ സഹായിയാണ് സീതാദേവിക്ക്. സരമ കൂടെയുണ്ട്. സരമ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് സീതാദേവിയുടെ മുഖത്ത് തളിച്ചു. അപ്പോൾ സീതാദേവിക്ക് ഓർമ്മ വന്നു. ഓർമ്മ വന്നപ്പോൾ സരമ പറഞ്ഞു, ഇതെല്ലാം ദശാനൻ്റെ മായയാണ്, കള്ളത്തരമാണ്. അപ്പോൾ ദേവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കറിയാം ശ്രീരാമദേവനെ ഒരു ശക്തിക്കും വധിക്കാനാവില്ല എന്ന കാര്യം നമുക്കറിയാം എന്നിങ്ങനെ പറഞ്ഞു. ഈ സമയം ലങ്കയുടെ 4 കവാടങ്ങളിലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. രാവണന്റെ രാക്ഷസ നായകരായ ഓരോരുത്തരും യുദ്ധം നയിക്കുന്നവർ ദയനീയമായി കൊല്ലപ്പെടുന്ന കാഴ്ച രാവണൻ കണ്ടുകൊണ്ടിരുന്നു. വളരെ ഭീകരരൂപികളായ മായാവികളായ പല പോരാളികളും വാനരരായ നീലൻ്റെയും സുഗ്രീവൻ്റെയും ഹനുമാന്റെയും മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്ന കാഴ്ച രാവണനിൽ അമ്പരപ്പുണ്ടാക്കി. രാവണനിങ്ങനെ കണക്ക് കൂട്ടിയ
കാര്യങ്ങളെല്ലാം തെറ്റുന്നുവെന്ന് രാവണന് മനസ്സിലായി. തൻ്റെ സേനാനായകരൊക്കെ തന്നെ വാനരന്മാരാൽ വധിക്കപ്പെടുന്ന കാഴ്ച രാവണനിൽ അമ്പരപ്പുണ്ടാക്കി. രാവണൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയുമായി വീണ്ടും തൻ്റെ മന്ത്രിമാരോടൊത്ത് യുദ്ധം എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചനയിൽ മുഴുകി.